CPM-ന്റെ PB യോഗം ഇന്നലെ ചേർന്നത് സംബന്ധിച്ച വാർത്തകൾ കുറച്ച് പുറത്തു. അതെ. അപ്പം പിണറായി മാറി നിൽക്കേണ്ടിയിരുന്ന വേറൊരാളായിരുന്നു ഈ ഇലക്ഷൻ ശൈല ടീച്ചറിനെ മറ്റൊരാണ് മുന്നിൽ നിർത്തിയിരുന്നത് എങ്കിൽ ജയിക്കാമായിരുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. നേരത്തെ തന്നെ നമ്മളും പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഏറ്റവും കൂടുതൽ എതിർപ്പ് ജനത്തിന് പിണറായി വിജയൻ. നമ്മൾ സർവേക്ക് നോക്കുന്നത് മനസ്സിലായതാണല്ലോ. അതെ. അപ്പോൾ അതിനകത്ത് അവർ കാണിച്ച ഏറ്റവും വലിയ മണ്ഡലത്തിൽ ഒരു തുടർഭരണമായിരുന്നു ലക്ഷ്യമിട്ടിരുന്നെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകില്ല എന്നുള്ള ശൈലിയിൽ വരണമായിരുന്നു. ഒന്നുകിൽ അദ്ദേഹം മത്സരിക്കാതിരിക്കണം. അതാണ് ഏറ്റവും ബുദ്ധിപൂർവമായ നീക്കം നടത്താമായിരുന്നത്. അദ്ദേഹം അവിടെ മത്സരിക്കാതിരുന്നെങ്കിൽ പോലും കണ്ണൂരിലെ മിക്ക സീറ്റുകളും അവർക്ക് കിട്ടിപ്പോയി. ഇൻ കേസ് പിണറായിക്കെതിരെ ഈ TK ഗോവിന്ദനോ വി കുഞ്ഞികൃഷ്ണനോ മത്സരിച്ച് ചിലപ്പോൾ അവർ ജയിക്കുകയും ഉറപ്പാണത്. അവിടെ ഈ വിമതന്മാരായിരുന്ന ആളെ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ പിണറായി നോക്കുമായിരുന്നു അവിടെ. അതാണ് അബ്ദുൾ റഷീദിനെ പോലെ ചെറുപ്പക്കാരൻ നിന്നിട്ട് പോലും 6 റൗണ്ട് പിണറായി വിജയൻ പുറകിലായിരുന്നു. 7 റൗണ്ട് 60,000-ഓളം വോട്ടിന് കഴിഞ്ഞ തവണ ജയിച്ച ആളത്തോളം ജയിച്ച എത്രയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അത് ശരിക്കും തോൽവിക്ക് തുല്യമാണ്. മാത്രമല്ല ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ മനുമോനെ പ്രതിപക്ഷ നേതാക്കണമെന്ന് ആരും ആവശ്യപ്പെട്ടു. അത് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ അനൗപചാരിക ചർച്ചയാണ്. ഓഹോ. അതായത് മുഹമ്മദ് റിയാസിനെ പ്രതിപക്ഷ നേതാക്കാണ്. എന്ത് അടിസ്ഥാനത്തിലാണ് അതെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ആളാണ് ഇദ്ദേഹം. 50 വയസ്സിൽ താഴെ ഉള്ളൂ. അത് മാത്രമല്ല പാർട്ടി പ്രവർത്തന പാരമ്പര്യം ഒക്കെ വെച്ച് നോക്കുമ്പോൾ മുഹമ്മദ് റിയാസിന് അതിനുള്ള യോഗ്യതയില്ല. ഉണ്ടല്ലോ, കേന്ദ്ര കമ്മിറ്റി അംഗമല്ല, നേരത്തെ MP ആയിരുന്നു, രാജ്യസഭാംഗമായിരുന്നു, ധനമന്ത്രിയായിരുന്നു, VS മുഖ്യമന്ത്രി ആയിരുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. അതെ. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുള്ളപ്പോൾ ഇദ്ദേഹത്തെ ഒരിക്കലും പരിഗണിക്കുകയില്ല. പക്ഷേ ചർച്ച വിശദമായിട്ട് നടന്ന ആ ചർച്ചയിൽ എല്ലാവരും അതിശക്തമായിട്ട് തന്നെ പറഞ്ഞു പിണറായി മാറി നിൽക്കണം. എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു. അപ്പോൾ പിണറായിയെ സംബന്ധിച്ചിടത്തോളം പിണറായി പറഞ്ഞത് തൻ്റെയോ MV ഗോവിന്ദൻ്റെയോ കുഴപ്പമല്ലെന്നാണ്. ഗോവിന്ദനെ ഏറ്റുപാടിയെന്നാണ്. ഗോവിന്ദനും അത് ഏറ്റുപാടി. അവരെ രണ്ടിനെയും കുഴപ്പമല്ല. മൊത്തത്തിലൊരു ഭരണവിരുദ്ധ വികാരം ആഗോള പ്രതിസന്ധിയാണെന്ന് പറഞ്ഞാണ്. പിണറായി വിരുദ്ധ വികാരമായിരുന്നു എന്നുള്ളത് പോളിറ്റ് ബ്യൂറോയിൽ ഭൂരിപക്ഷം പേരും അത് ചർച്ച ചെയ്യുക അംഗീകരിക്കുകയും ചെയ്തു. അതാണല്ലോ സത്യവും. അതാണ് പോളിറ്റ് ബ്യൂറോയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാമല്ലോ. ദേശീയ മാധ്യമങ്ങളിലെല്ലാം സംബന്ധിച്ച വാർത്തകൾ വരുന്നതല്ലേ, അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത്. അതായത് 2011 ബംഗാളിൽ CPM തോറ്റ് തുന്നം പാടിയപ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യ എന്താണോ അവിടെ നിരത്തിയത് അതേ വാദമുഖങ്ങളാണ് പിണറായി വിജയൻ ഇന്നലെ പോളിറ്റ് ബ്യൂറോയിൽ. അദ്ദേഹം പശ്ചിമ ബംഗാളിലെ CPM ലിക്വിഡേറ്ററായി മാറിയതുപോലെ കേരളത്തിലെ CPM ലിക്വിഡേറ്ററായി പിണറായി വിജയനും മാറി. ഒഫീഷ്യൽ ലിക്വിഡേറ്ററായി മാറി CPM എന്ന് പറയാം. അപ്പം ഇദ്ദേഹം ഈ പറഞ്ഞത് ഇതാണ്, പാർട്ടിക്ക് ഇത് ഭരണവിരുദ്ധ വികാരം ആയിരിക്കാം എന്ന് പറയുന്നത്. പക്ഷേ ശൈലജയെ മാറ്റിയത് എന്തിനാണ് എന്നൊരു ചോദ്യം. മട്ടന്നൂരിൽ നിന്ന് എന്തിന് ശൈലജയെ മാറ്റി എന്ന് മാത്രമല്ല തോക്കാൻ സാധ്യതയുള്ള സീറ്റ് കൊണ്ട് നിർത്തി എന്നുള്ളതും കൊണ്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വം കിങ് മേക്കർമാരായിരുന്ന 2 പേർക്കാണ്. ഒന്ന് പിണറായി വിജയനും ഒന്ന് MV ഗോവിന്ദനും. അവർക്ക് ഇതിൽ നിന്ന് എന്തായാലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. സ്വന്തം ഭാര്യ മന്ത്രിയാക്കാൻ വേണ്ടിയാണല്ലോ മാഷ് കൊണ്ടുവന്നത് തലപ്പറമ്പിൽ. അപ്പൊ ഈ പാർട്ടി ഘടകങ്ങളിൽ താഴെ തട്ടു മുതൽ വിമർശനാത്മകമായ ചർച്ച നടക്കുമെന്ന് പോളിറ്റ് ബ്യൂറോയിൽ അറിയിച്ചപ്പോൾ അവിടെ നിന്ന് വന്ന നിർദ്ദേശം കണ്ടാൽ സംസ്ഥാന പ്ലീനം കൂടി ചർച്ച ചെയ്യണം. വിളിക്കണം. സംസ്ഥാന പ്ലീനം വിളിച്ച് തോൽവി ചർച്ച ചെയ്യണം. കൃത്യമായിട്ട് അത് ചർച്ച ചെയ്ത് അതിന്റെ തെറ്റുകൾ തിരുത്തണം. പിന്നെ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ബിംബം വന്നതാണ് പ്രശ്നമായത് അല്ലേ? അതെ. CPM-ന് ഇല്ലാത്തത് എന്താണ്? ബിംബമാണ്. ഇല്ലാത്ത ഒന്ന് ആ പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, ന്യൂനപക്ഷ സമുദായം സംഭവിച്ചു അപ്പുറത്ത്. അതെ. അപ്പം ഈ ന്യൂനപക്ഷങ്ങളെ കൂടുതൽ പാർട്ടിക്കുള്ളിലേക്ക് തിരികാനും അതിനുള്ള ശ്രമം ഒന്നും വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ഇവരെ എല്ലാ പരിപാടികളും പരാജയപ്പെട്ടു. ഇവർ വെറുതെ PR ടീമിനെ വെച്ച് കേരളം മുഴുവൻ പിണറായിയുടെ ഫ്ലക്സ് വെച്ചിരുന്ന ഒരു കാര്യം എന്നുള്ള ആ നിഗമനം പോളിറ്റ് ബ്യൂറോ എടുത്തുകാണെന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാ കാര്യങ്ങളും പുറത്തു വരാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഇനി ഇവിടെ സംസ്ഥാന കമ്മിറ്റി യോഗം കൂടുമ്പോൾ ഇത്തവണ ആഞ്ഞടിക്കും എന്നുള്ള ഉറപ്പാണ്. സംസ്ഥാന കമ്മിറ്റി യോഗം കൂടുമ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ അത്രയും വന്നു. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഉള്ളതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ പിണറായിക്കെതിരെ ആഞ്ഞടിക്കാൻ തക്കതായിട്ട് കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? ഉള്ള P ജയരാജനൊക്കെ ഉണ്ടല്ലോ. അവർ പറയുമെന്ന് ഉറപ്പുണ്ടോ? പറയുമായിരിക്കും. ഇനി അവർ പറയാൻ പിണറായി ദുർബലനായി കഴിഞ്ഞല്ലോ. ശാരീരികമായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായും എല്ലാം തന്നെ അതിന് ദുർബലനാണ്. ഉറപ്പായിട്ടും ആഞ്ഞടിക്കും. പിണറായിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നവർക്ക് നന്നായിട്ട്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പരാജിതനായി നിൽക്കുകയല്ലേ. എപ്പോഴും അങ്ങനെയാണല്ലോ, തോറ്റിരിക്കുമ്പോഴാണല്ലോ എല്ലാം കൂടെ വളർന്നിട്ടടിക്കും. അതെ. അല്ല, ഈ പോളിറ്റ് ബ്യൂറോയിൽ ഇത്രയും തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ പിണറായി വിജയൻ ഇനി ഒരിക്കലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ടി സ്വയം മുന്നോട്ട് വരില്ല. അങ്ങേരോട് നിങ്ങൾ പിന്നെ മാറി നിൽക്കേണ്ടിയിരുന്നു, നിങ്ങൾ തെരഞ്ഞെടുപ്പ് നയിച്ചാൽ മതിയായിരുന്നു, നിങ്ങൾ മുഖ്യമന്ത്രിയാകുമെന്നുള്ള ആ ഒരു സന്ദേശം നൽകണ്ടായിരുന്നു എന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് അദ്ദേഹത്തെ
പ്രതിപക്ഷ നേതാവാക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതായത് ഇത്രയും ചർച്ച അവിടെ വന്നു, ഈ ചർച്ചകളെ പ്രതിരോധിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞില്ലെന്നാ പറയുന്നത്. അതാണ് അത് കണക്കാക്കി തന്നെയാണ് പിണറായി വിജയൻ വാടക വീട് എടുത്തത്. അതെ, അദ്ദേഹത്തിന് ചെറിയ വീട്ടിൽ താമസിക്കാൻ നമ്മളെ പോലെ സാറിന് വീട്ടിൽ താമസിക്കാൻ ഒരിക്കലും കഴിയില്ല. ആഡംബരത്തിൽ അഭിരമിച്ച് വരെ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് പറ്റില്ല. 4500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള വീട് കൊട്ടാരത്തിലെ താമസിച്ചാൽ അതിന് ഉറക്കം വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വീടെടുത്തതിന് ഇത് കണക്കാക്കി തന്നെയാണ്. പ്രതിപക്ഷ നേതാവായാൽ പോലും പുള്ളി ആ വീട്ടിൽ തന്നെ ആയിരിക്കും താമസിക്കുക. ക്ലിഫ് ഹൗസ്, കണ്ടോൺമെന്റ് ഹൗസ് അദ്ദേഹം ഓഫീസാക്കി മാറ്റും. അതിനാണ് സാധ്യത. അപ്പോൾ ഉമ്മൻചാണ്ടി ഒരിക്കൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹം സ്വന്തം വീട്ടിൽ താമസിച്ചിട്ട് കണ്ടോൺമെന്റ് ഹൗസോ അല്ലല്ല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു അദ്ദേഹം സ്വന്തം വീട്ടിൽ താമസിച്ചിട്ട് ഇവിടെ ഓഫീസാക്കി മാറ്റിയിരുന്നു. അതാണ്. അപ്പോൾ ഈ എന്തായാലും പോളിറ്റ് ബ്യൂറോയിൽ ഇത്രയും വിമർശനം ഉയർന്ന സ്ഥിതിക്ക്, ഇത്രയും യാഥാർത്ഥ്യങ്ങൾ അവിടെ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാകുന്ന കാര്യം നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പം സംസ്ഥാന കമ്മിറ്റി യോഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗവും LDFും ചേരുമല്ലോ. അതെ, ഇത്രയും ഈ 3 കാര്യങ്ങളും ഉണ്ടാവും. അത് ഉണ്ടാവുമ്പോഴേക്കും ശക്തമായ വിമർശനം ഉന്നയിക്കാൻ ജയരാജനെ പോലുള്ളവർക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ്. അതെ, ഈ ഘടകകക്ഷികൾ പ്രധാനമായും കേരള കോൺഗ്രസ് അവരാഞ്ഞിരിക്കും. അവർക്ക് MLA ഒന്നും ഇല്ല, അവർ വട്ടപൂജ്യമായി. എങ്കിൽ പോലും അവർക്കിനി എന്തോ പറയാം, അവർക്കിനി മുന്നും നോക്കേണ്ട കാര്യമില്ല. പിന്നെ ജോസ് കെ മാണി രാജ്യസഭാംഗമാണ്. ഈ കാലാവധി കഴിയുന്നതോടെ അദ്ദേഹത്തിന്റെ രാജ്യസഭയും പിന്നെ തീർന്നു. ഇനി BJPയുടെ കൂടെ കൂടണം അദ്ദേഹം രാജ്യസഭ. BJP പോയാൽ രാജ്യസഭാംഗമോ കേന്ദ്രമന്ത്രി ആവാനൊക്കെ ഒരു അവസരം കിട്ടും. അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ അതെല്ലാം പിണറായിക്ക് എതിരെ തന്നെയാണ്. കാരണം ഒരു പിണറായിസത്തെ വേരോടെ പിഴുതെറിയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ. അല്ല, ജനങ്ങൾ പ്രതികരിച്ചു എന്നുള്ള സത്യം അവർക്ക് മനസ്സിലായില്ല. ഇനി അവർക്കത് മനസ്സിലായില്ലെങ്കിൽ CPM എന്തോ കുഴപ്പം പറ്റുന്നതാണ് വിചാരിക്കും. കാരണം ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടിയല്ല. അല്ല, പ്രവർത്തകർ തിരിഞ്ഞ് വോട്ട് ചെയ്തല്ലോ. ഇങ്ങനെ ആയിപ്പോയത്. കണ്ണൂർ പോലുള്ള പാർട്ടി ഗ്രാമങ്ങൾ തിങ്ങി നിറഞ്ഞൊരു സ്ഥലത്ത് പോലും ആരും വോട്ട് ചെയ്തില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികം നമുക്ക് ചിന്തിക്കേണ്ടി വരും അതിനെക്കുറിച്ച്. എന്തായാലും പിണറായി യുഗത്തിന് തീർത്തും അന്ത്യം കുറിക്കുന്ന നിലയിലുള്ള ചർച്ചകളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ അറിയാം എന്താണ്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി ഇരിക്കണോ അതോ രാഷ്ട്രീയം മതിയാക്കി കണ്ണൂരിന് വണ്ടി കയറണോ എന്നുള്ളത്.